നമസ്കാരം. എല്ലാവർക്കും മലയാള ദീപം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് UGC നെറ്റ് 2014 ഡിസംബർ മാസത്തിൽ നടത്തിയ മലയാളം പേപ്പർ 2-ലെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം: പൂർവ്വ കേരള ഭാഷ എന്ന ഗ്രന്ഥം ചർച്ച ചെയ്യുന്നത് മലയാള ഭാഷാ ചരിത്രത്തിൻ്റെ പൂർവ്വഖണ്ഡം മാത്രം. പൂർവ്വ കേരള ഭാഷ എന്ന ഗ്രന്ഥം ചർച്ച ചെയ്യുന്നത് മലയാള ഭാഷാ ചരിത്രത്തിൻ്റെ പൂർവ്വഖണ്ഡം മാത്രം. രണ്ടാമത്തെ ചോദ്യം: പോർച്ചുഗീസുകാരുടെ വരവിന് ശതാബ്ദങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഭാഷയുടെ പ്രാക്തനതമ രൂപമാണ് രാമചരിത ഭാഷയുടേത് എന്ന് അഭിപ്രായപ്പെട്ടത് ഹെർമൻ ഗുണ്ടർട്ട്. പോർച്ചുഗീസുകാരുടെ വരവിന് ശതാബ്ദങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഭാഷയുടെ പ്രാക്തനതമ രൂപമാണ് രാമചരിത ഭാഷയുടേത് എന്ന് അഭിപ്രായപ്പെട്ടത് ഹെർമൻ ഗുണ്ടർട്ട്. ചോദ്യം നമ്പർ 3: ചേരിപ്പാട്ടിൻ്റെ ആദ്യവരി ചെറുതാക്കിയാൽ ചെറുചേരിയും കാലക്രമത്തിൽ ചെറുശ്ശേരിയുമായി എന്ന അഭിപ്രായം കുണ്ടൂർ നാരായണ മേനോൻ. ചേരിപ്പാട്ടിൻ്റെ ആദ്യവരി ചെറുതാക്കിയാൽ ചെറുചേരിയും കാലക്രമത്തിൽ ചെറുശ്ശേരിയുമായി എന്ന അഭിപ്രായം കുണ്ടൂർ നാരായണ മേനോൻ. ചോദ്യം നമ്പർ 4: സന്ദർഭേ സംസ്കൃതി കൃതാച്ച എന്നതിലെ സന്ദർഭം കാവ്യനാടകാദി വിശേഷ വ്യവഹാരം. സന്ദർഭേ സംസ്കൃതി കൃതാച്ച എന്നതിലെ സന്ദർഭം കാവ്യനാടകാദി വിശേഷ വ്യവഹാരം. ചോദ്യം നമ്പർ 5: ചേരുംപടി ചേർക്കുക. പട്ടിക 1: വേട്ടക്കൊരു മകൻ, പുരാവൃത്തവും അനുഷ്ഠാനവും, എടനാടൻ പാട്ട്, പയ്യന്നൂർ പാട്ട്, കുട്ടനാടിൻ്റെ തനിമയും പാട്ടുകളും. പട്ടിക 2: കാവാലം വിശ്വനാഥക്കുറുപ്പ്, P. ആന്റണി, Y. V. കണ്ണൻ, K. R. സജിത, C. H. കുഞ്ഞിരാമൻ നമ്പ്യാർ. ശരിയായ ഉത്തരം A. 3, B. 4, C. 2, D. 1. വേട്ടക്കൊരുമകൻ, പുരാവൃത്തവും അനുഷ്ഠാനവും Y. V. കണ്ണൻ, എടനാടൻ പാട്ട് K. R. സജിത, പയ്യന്നൂർ പാട്ട് P. ആന്റണി, കുട്ടനാടിൻ്റെ തനിമയും പാട്ടുകളും കാവാലം വിശ്വനാഥക്കുറുപ്പ്. ചോദ്യം നമ്പർ 6: തുയിലുണർത്ത് പാട്ട് പാടുന്നത്. ഉത്തരം പാണർ. തുയിലുണർത്ത് പാട്ട് പാടുന്നത് പാണർ. ചോദ്യം നമ്പർ 7: ആദ്യം അച്ചടിയിലെത്തിയ ദീർഘമായ മലയാള ഗദ്യകൃതി. സംക്ഷേപ വേദാർത്ഥം. ആദ്യം അച്ചടിയിലെത്തിയ ദീർഘമായ മലയാള ഗദ്യകൃതിയാണ് സംക്ഷേപ വേദാർത്ഥം. ചോദ്യം നമ്പർ 8: ഭാഷാ കൗടില്യത്തിൻ്റെ സ്വഭാവം. കേരളീയ ഭാഷ്യം. ഭാഷാ കൗടില്യത്തിൻ്റെ സ്വഭാവം കേരളീയ ഭാഷ്യം. ചോദ്യം നമ്പർ 9: കാര്യം. ശാസനഭാഷയെ സംബന്ധിച്ചുള്ള CL ആന്റണിയുടെ അഭിപ്രായം ഭാഷാ സംക്രമണവാദം എന്നറിയപ്പെടുന്നു. കാരണം 1: ഔദ്യോഗിക ഭാഷയായ തമിഴിലേക്ക് നാട്ടുഭാഷയായ മലയാളം നുഴഞ്ഞുകയറി ഉണ്ടായ ശൈഥില്യമാണ് ശാസനഭാഷയിൽ കാണുന്നത്. 2: തമിഴും സംസ്കൃതവും ചേർന്ന സങ്കര ഭാഷയാണ് ശാസനങ്ങളിൽ കാണുന്നത്. 3: തമിഴ് മലയാളമായി പരിണമിക്കുന്നതിൻ്റെ പടവുകളാണ് ശാസനഭാഷയിൽ കാണുന്നത്. ശരിയായ ഉത്തരം കാര്യവും കാരണം 1 മാത്രവും ശരി. കാര്യം. ശാസനഭാഷയെ സംബന്ധിച്ചുള്ള CL ആന്റണിയുടെ അഭിപ്രായം ഭാഷാ സംക്രമണവാദം എന്നറിയപ്പെടുന്നു. കാരണം ഔദ്യോഗിക ഭാഷയായ തമിഴിലേക്ക് നാട്ടുഭാഷയായ മലയാളം നുഴഞ്ഞുകയറി ഉണ്ടായ ശൈഥില്യമാണ് ശാസനഭാഷയിൽ കാണുന്നത്. ചോദ്യം നമ്പർ 10: ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിനാനേറ്റവും. ഏതു കൃതിയിൽ നിന്ന്? ഭാരതം കിളിപ്പാട്ട്. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിനാനേറ്റവും ഏത് കൃതിയിൽ നിന്ന്? ഭാരതം കിളിപ്പാട്ട്. ചോദ്യം നമ്പർ 11: കുസുമചയ സുരഭിയൊട് പവനനദി ഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ട് പോയുടൻ. ഈ വരികൾ ഏതു കാണ്ഡത്തിൽ? സുന്ദരകാന്ഡം. കുസുമചയ സുരഭിയൊട് പവനനദി ഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ട് പോയുടൻ. ഈ വരികൾ സുന്ദരകാന്ഡത്തിലേതാണ്. ചോദ്യം നമ്പർ 12: ഏകലോചനം എന്ന അഭിനയ സാധ്യത ഏത് ആട്ടക്കഥയിൽ? ഉത്തരം ഉത്തരാസ്വയംവരം. ഏകലോചനം എന്ന അഭിനയ സാധ്യത ഏത് ആട്ടക്കഥയിൽ? ഉത്തരാസ്വയംവരം. ചോദ്യം നമ്പർ 13: രചനാശൈലിയും പാരമ്പര്യവും പരിഗണിച്ചാൽ കോട്ടയം കഥകളുടെ രചനാക്രമം. ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാത കവച കാലകേയവധം. ഭഗവതം,
കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാത കവച കാലകേയവധം. ചോദ്യം നമ്പർ 14. കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും ചിത്രം കാലവർഷ വർണ്ണനയിൽ ഉൾച്ചേർത്ത പ്രാചീന കവി. കണ്ണശൻ. കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും ചിത്രം കാലവർഷ വർണ്ണനയിൽ ഉൾച്ചേർത്ത പ്രാചീന കവി കണ്ണശൻ. ചോദ്യം നമ്പർ 15. ചാവറയച്ചൻ്റെ കൃതികൾ. 1. ആത്മാനുതാപം. 2. നല്ല അപ്പൻ്റെ ചാവരുൾ. 3. പുത്തൻ പാന. 4. മോക്ഷപർവം. ശരിയായ ഉത്തരം 1ഉം 2ഉം ശരി. ചാവറയച്ചൻ്റെ കൃതികളാണ് ആത്മാനുതാപം, നല്ല അപ്പൻ്റെ ചാവരുൾ. ചാവറയച്ചൻ്റെ കൃതികളാണ് ആത്മാനുതാപം, നല്ല അപ്പൻ്റെ ചാവരുൾ. 6. കാര്യം. മലയാളം എന്ന ഭാഷാനുഭവത്തിൻ്റെ വലിപ്പം കൂട്ടിയ കൃതിയാണ് വർത്തമാന പുസ്തകം. കാരണം 1. എഴുത്തുകാരൻ്റെ ആത്മഭാവങ്ങൾ കലർന്ന ആദ്യത്തെ മലയാള ഗദ്യകൃതിയാണ് വർത്തമാന പുസ്തകം. 2. അന്നത്തെ നാട്ടുമലയാളത്തിൻ്റെ ശേഖരമായ കൃതിയിൽ ക്രിസ്ത്യാനികളുടെ വാമൊഴിയിൽ മാത്രമുണ്ടായിരുന്ന വാക്കുകൾ കൂടി കടന്നു വന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കാര്യവും 2 കാരണങ്ങളും ശരി. കാര്യം. മലയാളം എന്ന ഭാഷാനുഭവത്തിൻ്റെ വലിപ്പം കൂട്ടിയ കൃതിയാണ് വർത്തമാന പുസ്തകം. കാരണങ്ങൾ: 1. എഴുത്തുകാരൻ്റെ ആത്മഭാവങ്ങൾ കലർന്ന ആദ്യത്തെ മലയാള ഗദ്യകൃതിയാണ് വർത്തമാന പുസ്തകം. 2. അന്നത്തെ നാട്ടുമലയാളത്തിൻ്റെ ശേഖരമായ കൃതിയിൽ ക്രിസ്ത്യാനികളുടെ വാമൊഴിയിൽ മാത്രമുണ്ടായിരുന്ന വാക്കുകൾ കൂടി കടന്നു വന്നിരിക്കുന്നു. ചോദ്യം നമ്പർ 17. ചേരുംപടി ചേർക്കുക. പട്ടിക 1. ശബ്ദതാരാവലി, നവയുഗ ഭാഷാ നിഘണ്ടു, പുരാണിക് എൻസൈക്ലോപീഡിയ, ശൈലീ നിഘണ്ടു. പട്ടിക 2. വി.സി. ബാലകൃഷ്ണൻ, ടി. രാമലിംഗം പിള്ള, ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള, ആർ. നാരായണ പണിക്കർ, വെട്ടം മാണി. ശരിയായ ഉത്തരം എ 3, ബി 4, സി 5, ഡി 2. ശബ്ദതാരാവലി ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള, നവയുഗ ഭാഷാ നിഘണ്ടു ആർ. നാരായണ പണിക്കർ, പുരാണിക് എൻസൈക്ലോപീഡിയ വെട്ടം മാണി, ശൈലീ നിഘണ്ടു ടി. രാമലിംഗം പിള്ള. ചോദ്യം നമ്പർ 18. ഉദ്ഭവകാലമനുസരിച്ച് ശരിയായ ക്രമമേത്? രാജ്യസമാചാരം, വിദ്യാസംഗ്രഹം, സന്ദിഷ്ടവാദി, സത്യനാഥ കാഹളം. രാജ്യസമാചാരം, വിദ്യാസംഗ്രഹം, സന്ദിഷ്ടവാദി, സത്യനാഥ കാഹളം. ചോദ്യം നമ്പർ 19. കേരളവർമ്മയുടെ മണിപ്രവാള ശാകുന്തളത്തിൻ്റെ ആദ്യത്തെ പേര്. ശരിയായ ഉത്തരം കേരളീയ ഭാഷാ ശാകുന്തളം. കേരളീയ ഭാഷാ ശാകുന്തളം. കേരളവർമ്മയുടെ മണിപ്രവാള ശാകുന്തളത്തിൻ്റെ ആദ്യത്തെ പേരാണ് കേരളീയ ഭാഷാ ശാകുന്തളം. ചോദ്യം നമ്പർ 20. ചട്ടമ്പി സ്വാമികളുടേതല്ലാത്ത കൃതി. ഉത്തരം വിഷയവൈരാഗ്യം. ചട്ടമ്പി സ്വാമികളുടേതായ കൃതികളാണ് ക്രിസ്തുമതസാരം, ക്രിസ്തുമതഛേദനം, വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികളുടേതായ കൃതികളാണ് ക്രിസ്തുമതസാരം, ക്രിസ്തുമതഛേദനം, വേദാധികാര നിരൂപണം. ചോദ്യം നമ്പർ 21. വെൺമണിക്കവികൾ മുഖ്യമായും ഉപയോഗിച്ചത്. സംസ്കൃത വൃത്തങ്ങൾ. വെൺമണിക്കവികൾ മുഖ്യമായും ഉപയോഗിച്ചത് സംസ്കൃത വൃത്തങ്ങൾ. ചോദ്യം നമ്പർ 22. ചേരുംപടി ചേർക്കുക. പട്ടിക 1. കവി പുഷ്പമാല, കവി മൃഗാവലി, കവി ഭാരതം, കവി രാമായണം. പട്ടിക 2. മുലൂർ പത്മനാഭ പണിക്കർ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, നടുവം മഹൻ, വെൺമണി മഹൻ, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ. ശരിയായ ഉത്തരം എ 4, ബി 5, സി 2, ഡി 1. കവി പുഷ്പമാല വെൺമണി മഹൻ, കവി മൃഗാവലി ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, കവി ഭാരതം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കവി രാമായണം മുലൂർ പത്മനാഭ പണിക്കർ. ചോദ്യം നമ്പർ 23. ഉമാകേരളത്തിൻ്റെ അനന്യത. ഉമാകേരളത്തിൻ്റെ അനന്യത. 1. പുരുഷകേന്ദ്രിതമായ മഹാകാവ്യ ലക്ഷണത്തിൻ്റെ നിരാസം. 2. തിരുവിതാംകൂർ ചരിത്രം പ്രമേയമാക്കി. ശരിയായ ഉത്തരം 1ഉം 2ഉം ശരി. ഉമാകേരളത്തിൻ്റെ അനന്യത, പുരുഷകേന്ദ്രിതമായ മഹാകാവ്യ ലക്ഷണത്തിൻ്റെ നിരാസം, തിരുവിതാംകൂർ ചരിത്രം പ്രമേയമാക്കി. ചോദ്യം നമ്പർ 24. എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം പോലെ സ്വതന്ത്രമായി AR രാജരാജവർമ്മ തർജ്ജമ ചെയ്ത സംസ്കൃത നാടകം. ഉത്തരം ചാരുദത്തം. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം പോലെ സ്വതന്ത്രമായി AR രാജരാജവർമ്മ തർജ്ജമ ചെയ്ത സംസ്കൃത നാടകമാണ് ചാരുദത്തം.
ചോദ്യം നമ്പർ 25. കാര്യം: ആശാന്റെ മറ്റു നായികമാരിൽ നിന്നും വ്യത്യസ്തയാണ് മാതങ്കി. കാരണം: 1. കീഴാള വംശജയാണ്. 2. ഏറെക്കുറെ നിശബ്ദയാണ്. 3. പ്രണയിനിയാണ്. 4. സുന്ദരിയാണ്. ശരിയായ ഉത്തരം കാര്യം ശരി, കാരണം 1ഉം 2ഉം ശരി. ആശാന്റെ മറ്റു നായികമാരിൽ നിന്നും വ്യത്യസ്തയാണ് മാതങ്കി, കീഴാള വംശജയാണ്, ഏറെക്കുറെ നിശബ്ദയാണ്. ചോദ്യം നമ്പർ 26. പ്രസിദ്ധീകരണ വർഷക്രമത്തിൽ എഴുതിയത്. നളിനി, ലീല, പ്രരോദനം, ദുരവസ്ഥ. ആശാന്റെ കൃതികളുടെ പ്രസിദ്ധീകരണ വർഷക്രമത്തിൽ എഴുതിയതാണ് നളിനി, ലീല, പ്രരോദനം, ദുരവസ്ഥ. ചോദ്യം നമ്പർ 27. ഇടശ്ശേരിയുടേതല്ലാത്ത രചന. ഇടശ്ശേരിയുടേതല്ലാത്ത രചന വിലങ്ങനിൽ. ഇടശ്ശേരിയുടേതായ കൃതികളാണ് ലവണാസുരവധത്തിലെ ഹനുമാൻ, പണിമുടക്കം, മുള്ളൻചീര. ഇടശ്ശേരിയുടെ കൃതികളാണ് ലവണാസുരവധത്തിലെ ഹനുമാൻ, പണിമുടക്കം, മുള്ളൻചീര. ചോദ്യം നമ്പർ 28. ചേരുംപടി ചേർക്കുക. പട്ടിക 1. അക്കിത്തം, വൈലോപ്പിള്ളി, ഒളപ്പമണ്ണ, ശങ്കരക്കുറുപ്പ്. പട്ടിക 2. 1. നാണത്താൽ ചെറുതായി താന കൈവെള്ളയിൽ ഒതുങ്ങിടും ചെറുനാരങ്ങ പോലവേ. 2. സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ സ്നേഹത്തിൻ ഫലം സ്നേഹം, ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം. 3. അതാ വിളർത്തുപോയി ബാലമനസ്സിൽ ശോണഭാവന. 4. പേടിയെ വിട്ടിഹ മറ്റൊന്നിനെയും പേടിക്കാനില്ലുലകത്തിൽ. 5. മതിപ്പിക്കും കനിക്കിനാവുകൾ കാട്ടി കൊതിപ്പിക്കും പക്ഷേ കൊടുക്കുകല്ലവൾ. ശരിയായ ഉത്തരം എ 3, ബി 5, സി 1, ഡി 2. അക്കിത്തത്തിൻ്റെ വരികളാണ് അതാ വിളർത്തുപോയി ബാലമനസ്സിൻ ശോണഭാവന. വൈലോപ്പിള്ളിയുടെ വരികളാണ് മതിപ്പിക്കും കനിക്കിനാവുകൾ കാട്ടി കൊതിപ്പിക്കും പക്ഷേ കൊടുക്കുകില്ലിവൾ. ഒളപ്പമണ്ണയുടെ വരികളാണ് നാണത്താൽ ചെറുതായി താന കൈവെള്ളയിൽ ഒതുങ്ങിടും ചെറുനാരങ്ങ പോലവേ. ശങ്കരക്കുറുപ്പിൻ്റെ വരികളാണ് സ്നേഹത്തിൽ നിന്നല്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ സ്നേഹത്തിൻ ഫലം സ്നേഹം, ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം. ചോദ്യം നമ്പർ 29. കാര്യം: ഭാരതീയ കവിതയിലെ പ്രതിരോധ പാരമ്പര്യത്തിൽ പൊയ്കയിൽ അപ്പച്ചനും സഹോദരൻ അയ്യപ്പനും തക്ക ഇടം കിട്ടാതെ പോയി. കാരണം: 1. അവർ മുഖ്യധാരയിലെ രസധ്വനി ഔചിത്യ സിദ്ധാന്തങ്ങളെ ഗൗനിച്ചവരല്ല. 2. അവർ അവതരിപ്പിക്കുന്ന കീഴാള സ്ത്രീ പ്രതിരോധധാരകളിലെ ബഹിഷ്കൃതത്വം വ്യത്യസ്തമാണ്. ശരിയായ ഉത്തരം കാര്യവും 2 കാരണങ്ങളും ശരി. കാര്യം: ഭാരതീയ കവിതയിലെ പ്രതിരോധ പാരമ്പര്യത്തിൽ പൊയ്കയിൽ അപ്പച്ചനും സഹോദരൻ അയ്യപ്പനും തക്ക ഇടം കിട്ടാതെ പോയി. കാരണങ്ങൾ: 1. അവർ മുഖ്യധാരയിലെ രസധ്വനി ഔചിത്യ സിദ്ധാന്തങ്ങളെ ഗൗനിച്ചവരല്ല. 2. അവർ അവതരിപ്പിക്കുന്ന കീഴാള സ്ത്രീ പ്രതിരോധധാരകളിലെ ബഹിഷ്കൃതത്വം വ്യത്യസ്തമാണ്. ചോദ്യം നമ്പർ 30. കേസരിയുടെ പ്രസ്ഥാനഭ്രമവും മുണ്ടശ്ശേരിയുടെ വിപ്ലവഭ്രാന്തിയും മാരാരുടെ ധാർമ്മിക വിഭ്രാന്തിയും അവർക്കു തന്നെ വിനയായിത്തീർന്നത് പിൻഗാമികൾക്ക് ഒരു പാഠമാകാതിരിക്കുമോ? ഈ ചോദ്യം ആരുടെ? ഉത്തരം അയ്യപ്പപ്പണിക്കർ. കേസരിയുടെ പ്രസ്ഥാനഭ്രമവും മുണ്ടശ്ശേരിയുടെ വിപ്ലവഭ്രാന്തിയും മാരാരുടെ ധാർമ്മിക വിഭ്രാന്തിയും അവർക്ക് തന്നെ വിനയായിത്തീർന്നത് പിൻഗാമികൾക്ക് ഒരു പാഠമാകാതിരിക്കുമോ? ഈ ചോദ്യം ആരുടെ? അയ്യപ്പപ്പണിക്കരുടേത്. ചോദ്യം നമ്പർ 31. ചേരുംപടി ചേർക്കുക. പട്ടിക 1. എൻ്റെ കലാജീവിതം. ഒരു നടൻ്റെ കഥ, എൻ്റെ ജീവിതകഥ, എൻ്റെ നാടകസ്മരണകൾ. പട്ടിക 2. PJ ആൻ്റണി, കുഞ്ഞുകുഞ്ഞു ഭാഗവതർ, SP പിള്ള, NN പിള്ള, ആർട്ടിസ്റ്റ് PJ ചെറിയാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, A5, B2, C3, D1. A5, B2, C3, D1. എൻ്റെ കലാജീവിതം ആർട്ടിസ്റ്റ് PJ ചെറിയാൻ. ഒരു നടൻ്റെ കഥ കുഞ്ഞു ഭാഗവതർ. എൻ്റെ ജീവിതകഥ SP പിള്ള. എൻ്റെ നാടകസ്മരണകൾ PJ ആൻ്റണി.
എൻ്റെ കലാജീവിതം ആർട്ടിസ്റ്റ് PJ ചെറിയാൻ. ഒരു നടൻ്റെ കഥ കുഞ്ഞു കുഞ്ഞു ഭാഗവത്. എൻ്റെ ജീവിതകഥ SP പിള്ള. എൻ്റെ നാടകസ്മരണകൾ PJ ആൻ്റണി. ചോദ്യം നമ്പർ 32. K. സുരേന്ദ്രൻ്റെ കൃതികൾ 4 ഗണമായി തിരിച്ചിരിക്കുന്നു. ഏറ്റവും ചേർച്ചയുള്ള ഗണമേത്? ടോൾസ്റ്റോയ്, ദസ്തോവ്സ്കി, കുമാരനാശാൻ. ടോൾസ്റ്റോയ്, ദസ്തോവ്സ്കി, കുമാരനാശാൻ. ചോദ്യം നമ്പർ 33. ശരിയായ ക്രമമേത്? ഉത്തരസൂചിക പ്രകാരം ഈ ചോദ്യത്തിന് ശരിയായൊരു ഉത്തരമില്ല. ചോദ്യം നമ്പർ 34. കുടിലിൽ നിന്നൊരു പുല്ലാങ്കുഴലാൽ നെടിയ സാമ്രാജ്യം ഒന്നു നീ തീർത്തു, നിജമനോജ്ഞമാം സ്നേഹ സാമ്രാജ്യ പ്രജകളായി ഞങ്ങൾ കപ്പം കൊടുത്തു. P. ഭാസ്കരൻ്റെ ഈ വരികൾ ആരെക്കുറിച്ചാണ്? ഉത്തരം ചങ്ങമ്പുഴ. കുടിലിൽ നിന്നൊരു പുല്ലാങ്കുഴലാൽ നെടിയ സാമ്രാജ്യം ഒന്നു നീ തീർത്തു, നിജമനോജ്ഞമാം സ്നേഹ സാമ്രാജ്യ പ്രജകളായി ഞങ്ങൾ കപ്പം കൊടുത്തു. P. ഭാസ്കരൻ്റെ ഈ വരികൾ ചങ്ങമ്പുഴയെക്കുറിച്ചുള്ളതാണ്. ചോദ്യം നമ്പർ 35. നേർച്ചക്കോഴി, കോഴി എന്നീ രചനകൾ ആരുടേതൊക്കെയാണ്? ജോൺ എബ്രഹാം, VKN. നേർച്ചക്കോഴി ജോൺ എബ്രഹാമിൻ്റേതും കോഴി VKNൻ്റേതുമാണ്. ചോദ്യം നമ്പർ 36. രചയിതാവിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്തത്? നരകവാതിൽ. നരകവാതിൽ ഗ്രേസിയുടെ ചെറുകഥയാണ്. ബാക്കിയുള്ള ആര്യാവർത്തനം, ദേവീഗ്രാമം, റെയിൻഡിയർ എന്നിവ ചന്ദ്രമതിയുടെ കഥകളാണ്. ചോദ്യം നമ്പർ 37. ജീവിത വിജയം നേടാൻ ദരിദ്രമായ നാട്ടിൻപുറത്തെ ഉപേക്ഷിച്ച് സമ്പന്നമായ നഗരത്തെ ആശ്രയിക്കുക ആരുടെ കഥാപാത്രങ്ങളുടെ രീതിയാണ്? MT വാസുദേവൻ നായർ. ജീവിത വിജയം നേടാൻ ദരിദ്രമായ നാട്ടിൻപുറത്തെ ഉപേക്ഷിച്ച് സമ്പന്നമായ നഗരത്തെ ആശ്രയിക്കുക MT വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങളുടെ രീതിയാണ്. ചോദ്യം നമ്പർ 38. ജലമലിനീകരണം, അടിയന്തരാവസ്ഥ എന്നിവ പ്രമേയമായ നോവലുകൾ. ഉത്തരം ആദി, അന്ധകാരനഴി. ജലമലിനീകരണം, അടിയന്തരാവസ്ഥ എന്നിവ പ്രമേയമായ നോവലുകളാണ് ആദി, അന്ധകാരനഴി. ചോദ്യം നമ്പർ 39. മലയാള ചെറുകഥയുടെ ചരിത്രമെഴുതിയവർ. M. അച്യുതൻ, MM ബഷീർ. മലയാള ചെറുകഥയുടെ ചരിത്രം എഴുതിയവരാണ് M. അച്യുതനും MM ബഷീറും. ചോദ്യം നമ്പർ 40. തനതു നാടകവേദിക്കു കാരണമായ അഥന്റിക് നാടക സങ്കല്പം സങ്കേത സംജ്ഞാരൂപത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് M. ഗോവിന്ദൻ. തനതു നാടകവേദിക്ക് കാരണമായ അഥന്റിക് നാടക സങ്കല്പം സങ്കേത സംജ്ഞാരൂപത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് M. ഗോവിന്ദൻ. ചോദ്യം നമ്പർ 41. സ്ത്രീകൾക്കു വേണ്ടി സ്ത്രീ എഴുതി സ്ത്രീകൾ തന്നെ അഭിനയിച്ച ആദ്യ മലയാള നാടകം. തൊഴിൽ കേന്ദ്രത്തിലേക്ക്. സ്ത്രീകൾക്കു വേണ്ടി സ്ത്രീകൾ എഴുതി സ്ത്രീകൾ തന്നെ അഭിനയിച്ച ആദ്യ മലയാള നാടകമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക്. ചോദ്യം നമ്പർ 42. അനുഷ്ഠാനാംശങ്ങൾ നാടകത്തിൽ സന്നിവേശിപ്പിക്കുന്നതിൻ്റെ തുടക്കം എന്ന് പറയാവുന്ന വസൂരി ഒഴിപ്പിക്കൽ മന്ത്രവാദത്തിൻ്റെ ആഖ്യാനമുള്ള നാടകം. മറിയാമ്മ നാടകം. അനുഷ്ഠാനാംശങ്ങൾ നാടകത്തിൽ സന്നിവേശിപ്പിക്കുന്നതിൻ്റെ തുടക്കം എന്ന് പറയാവുന്ന വസൂരി ഒഴിപ്പിക്കൽ മന്ത്രവാദത്തിൻ്റെ ആഖ്യാനമുള്ള നാടകം മറിയാമ്മ നാടകം. ചോദ്യം നമ്പർ 43. പ്രസംഗവേദിയിലെ ഗോതിക് രൂപമെന്ന് KP അപ്പൻ വിശേഷിപ്പിച്ച നിരൂപകൻ. മുണ്ടശ്ശേരി. പ്രസംഗവേദിയിലെ ഗോതിക് രൂപമെന്ന് KP അപ്പൻ വിശേഷിപ്പിച്ച നിരൂപകനാണ് മുണ്ടശ്ശേരി. ചോദ്യം നമ്പർ 44. ചേരുംപടി ചേർക്കുക. പട്ടിക 1. ചാപ്പാക്കുരിശ്, ട്രാഫിക്, ട്രിവാൻഡ്രം ലോഡ്ജ്, ബാംഗ്ലൂർ ഡേയ്സ്. പട്ടിക 2. അഞ്ജലി മേനോൻ, ഉണ്ണി R, അലി അക്ബർ, അനൂപ് മേനോൻ, ബോബി സഞ്ജയ്. ശരിയായ ഉത്തരം A2, B5, C4, D1. ചാപ്പാക്കുരിശ് ഉണ്ണി R, ട്രാഫിക് ബോബി സഞ്ജയ്, ട്രിവാൻഡ്രം ലോഡ്ജ് അനൂപ് മേനോൻ, ബാംഗ്ലൂർ ഡേയ്സ് അഞ്ജലി മേനോൻ. ചാപ്പാക്കുരിശ് ഉണ്ണി R, ട്രാഫിക് ബോബി സഞ്ജയ്,
ട്രിവാൻഡ്രം ലോഡ്ജ് അനൂപ് മേനോൻ. ബാംഗ്ലൂർ ഡേയ്സ് അഞ്ജലി മേനോൻ. ചോദ്യം നമ്പർ 45. മലയാളം ലെക്സിക്കൻ്റെ പ്രഥമ എഡിറ്റർ. ശൂരനാട് കുഞ്ഞൻപിള്ള. മലയാളം ലെക്സിക്കൻ്റെ പ്രഥമ എഡിറ്റർ ശൂരനാട് കുഞ്ഞൻപിള്ള.